അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു യഹബു ലിമൻ യശാഉ ഇനാഥാ. അല്ലാഹു നിങ്ങൾക്ക് മക്കളെ തരുന്ന വിഷയം പറഞ്ഞപ്പോ ഖുർആൻ ആദ്യം പറഞ്ഞത് പെൺമക്കളെയാണ്. ഖുർആൻ ആദ്യം പറഞ്ഞത് പെൺമക്കളെയാണ്. ആദ്യം എനിക്ക് അല്ലാഹു തന്നത് പെൺമക്കളെയാണ്, മോളെയാണ് എന്ന് ഇസ്സത്തോടുകൂടി പറയാൻ പറ്റുന്നവരെന്ന് കൈവക്കി. വിഷമത്തോടു കൂടിയല്ല, സന്തോഷത്തോടെ. എത്ര പേരുണ്ടെന്ന് നോക്കട്ടെ. സുലൈമാനൊക്കെ ആമക്കളെ ഉള്ളല്ലേ? പ്രസവം നിർത്തിയാ? ചാക്കച്ചവടത്തിന്റെ ഇടയിൽ പിന്നെ പ്രസവം നിർത്താതെ അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. എത്ര 10-15 പേരേ ഉള്ളൂ. സ്റ്റേജിൽ എത്ര ഉണ്ടെന്ന് നോക്കട്ടെ. സ്റ്റേജിലാണ് ആള് കൂടുതൽ. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, അള്ളാഹ് കബൂലാക്കട്ടെ. ഞാനൊരു പൊന്നുമോൾക്ക് വേണ്ടി എത്ര കാലം ദുആ ചെയ്യുന്നറിയോ? ഏതോ ഇസ്ലാമിക് സെന്ററിന്റെ ആണോ, സമസ്തയുടെ പോസ്റ്റർ ഒട്ടിച്ച് ചെയ്ത ദുആയാണോ, അതല്ല ഈജിപ്തിൽ പോയപ്പോ നഫീസത്തുൽ മിസ്രിയുടെ ഖബറിന്റെ അടുത്ത് പോയപ്പോഴും ദുആ ചെയ്തിരുന്നു ഒരു മോളെ കിട്ടാൻ വേണ്ടി. അപ്പൊ അവസാനം ഒരു മോളെ കിട്ടി. മാഷാ അല്ലാഹ്, അവസാനമല്ല, ഒരു മോളെ കിട്ടി. അപ്പൊ ആ മോളെ കിട്ടിയപ്പോ വലിയ സന്തോഷാണല്ലോ. അപ്പൊ ആദ്യത്തതൊക്കെ ആ മക്കളാണെങ്കിൽ ഒരു മോളെ കിട്ടുമ്പോ ഒരു കുടുംബത്തിനുണ്ടാകുന്ന മാറ്റം, ഒരു ഉപ്പാക്കുണ്ടാകുന്ന മാറ്റം, ഒരു ഉമ്മാക്കുണ്ടാകുന്ന മാറ്റം, അതൊരു മാറ്റം തന്നെയാണ്, ഒരു സംശയമില്ല. അപ്പൊ ആ വിഷയത്തിൽ ഈ കൈവക്കിയവർ എന്നെക്കാളും വലിയ ഭാഗ്യവാന്മാരാണ്, ഒരു സംശയമില്ല. ആദ്യത്തെ കുട്ടി പെണ്ണാണെങ്കിൽ ആ കുടുംബത്തിനൊരു വലിയ ഭാഗ്യമാണ്. ചില ആളുകൾ പറയും എന്റേത് ആദ്യത്തെ കുട്ടി പെണ്ണായിരുന്നു, ഇപ്പൊ പട്ടിണി മുഴുപട്ടിണിയായിട്ട് ഒരു ഗതിയില്ലാതെ നടക്കണം. ഉസ്താദിന് ഇങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ സ്റ്റേജ് കെട്ടിയിട്ട്. അത് നിങ്ങളുടെ പ്രശ്നം കൊണ്ടാണ് പട്ടിണി ദാരിദ്ര്യം വരുന്നത്, മോളെ പ്രശ്നം കൊണ്ടല്ല. ഒരു കുഞ്ഞ് ജനിക്കുമ്പോ അല്ലോ മോളായിപ്പോയി, ഞാനിനി എന്ത് ചെയ്യുന്നു, പ്രസവിച്ച ഉടനെ കൈമലർത്തിയാൽ ഉണ്ടാകുന്നത് വലിയ ഭവിഷ്യത്ത് തന്നെയാണ്. സംതൃപ്തി വേണം, അല്ലാഹ് തരുന്ന സമ്മാനല്ലേ മക്കളെ. പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ